ആ മോളെ ഇപ്പം കുഴപ്പമുണ്ടോ? ഇല്ലമ്മായി. പിന്നെ അമ്മായി, ഇനി ആ അമ്പലത്തിലെ കുളത്തിനടുത്തോട്ട് പോകണ്ട. ആ കുളത്തിന് എന്താ ആഴ? നീ എന്ത് പ്രാന്ത കുട്ടി പറയുന്നേ? മുത്തശ്ശി മൂന്നെന്ന് കേട്ടാ അറിഞ്ഞൂടാ അതിന് വലിയ ആഴമൊന്നുമില്ലാന്ന്. അല്ല അമ്മായി, ശരിക്കും നല്ല ആഴമുണ്ട്. നിനക്ക് മുങ്ങിയപ്പോൾ നീ തല വല്ലയിടത്ത് ഇരിച്ചോ? ഇല്ല, എന്നെ രക്ഷിക്കേണ്ട ശിവ ചാടിയില്ലായിരുന്നോ? ശിവയോട് ചോദിക്കും. ആ ദേ വരുന്നു. എന്താടാ ഈ പിച്ചുമ്പയൊക്കെ പറയുന്നേ? കുളത്തിൽ കിടപ്പ് വട്ടായോ? എടാ, ആ കുളത്തിന് ആഴം ഉണ്ടായിരുന്നോടാ? ആ, അത് ഞാൻ പറയാനിരിക്കുമായിരുന്നു. എന്നാ മുടിഞ്ഞ ആഴവാ. നിങ്ങൾക്കൊക്കെ എന്തേ പറ്റി? അതിന് വലിയ ആഴമൊന്നും ഇല്ലെന്നേ. പിന്നെ കണ്ട ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? അതെന്തെങ്കിലും ആട്ട്. നീ തകത്തേക്കിട്ട് കിടക്ക്, ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വരാം. നീ ഇങ്ങ് വന്നേ. ഉമ്മ, ഞാൻ പറയുന്നത് സത്യമാണ്, ദേവു പറയുന്നത് സത്യമാണ്. ഞങ്ങൾ രണ്ടുപേരും മുങ്ങിയപ്പോൾ നല്ല ആഴമുണ്ടായിരുന്നു. അതിൽ നീന്തലറിയാമെന്ന് അവൾ പോലും മുങ്ങിപ്പോയേ. അത് ശരിയായിരുന്നല്ലോ, അവൾക്ക് നീന്തലറിയായിരുന്നല്ലോ. എൻ്റെ ശിവനെ, ഇനി ഗ്രഹപ്പഴ വല്ലതുമാണോ? ഇതേ ഗ്രഹപ്പഴാന്ന് പറഞ്ഞ് വീട് പൊളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മുത്തശ്ശി ചെവള നോക്കിയാലും തരും. പറഞ്ഞു തന്നെ വേണ്ട, ഒന്ന് പോയേ അങ്ങോട്ട്. എന്നാലും അത്ര ആഴമില്ലാത്ത കുളത്തിൽ ഞാനെന്താ മുങ്ങിപ്പോയെ? ഓ ഈശ്വരാ, മൂടാകെ പോയി. ഓ ദാഹിക്കുന്നു. വെള്ളം കുടിച്ചതിന് ശേഷം തൻ്റെ മുറിയിലേക്ക് കയറി വന്ന ദേവു കാണുന്നത് അപ്പുറത്തെ മുറിയിൽ പതിവില്ലാതെ വെളിച്ചം നിൽക്കുന്നതായിരുന്നു. ഇതെന്താ അവിടെ ഒരു വെളിച്ചം? അവൾ ആ മുറിയിൽ ചെന്ന് നോക്കി. അവിടെ ഒരു പെൺകുട്ടി മുത്തശ്ശിയുടെ വിളക്കണഞ്ഞ ചിത്രത്തിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. ആരാ? നീ എന്നെ അറിയുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നിന്നെ അറിയാം. ദേവിക, സാക്ഷാൽ ദേവിയുടെ ദൈവികതയുള്ള നാമം. നിങ്ങൾ ആരാ? ഇവിടെ എങ്ങനെയാ വന്നേ? എനിക്കറിയാം നിനക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. എന്നാൽ അതിനുള്ള മറുപടി ഞാൻ പറയാതെ നിനക്ക് കിട്ടും. ഇവിടുന്ന് എങ്ങനെ? ധൃതി കൂട്ടാതെ ദേവിക. അവൾ പതിയെ മുത്തശ്ശിയുടെ പുസ്തകങ്ങൾ ഇരിക്കുന്ന ഷെൽഫിലേക്ക് നോക്കി. അവിടുത്തെ ഒരു ബുക്കിന് ഇരിക്കാനുള്ളൊരു വിടവിലേക്ക് അവൾ കൈ ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, അവിടുന്ന് ഒരു ചുവന്ന ചട്ടയുള്ളൊരു കഥാപുസ്തകം എടുത്തു തോൽക്കുന്നുണ്ടോ? ഉണ്ട്. സീതയല്ലേ? നീ അത് വായിക്കാത്തടഞ്ഞ കഥയല്ലേ? അതെ, പക്ഷേ എനിക്കറിയാം. ഇതുവരെ ആരോടും പറയാത്ത ആ സ്വപ്നം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? അവൾ ആ പെൺകുട്ടിയെ ആകാംക്ഷയോടെ നോക്കി. നീ ഓരോ ജന്മമെടുക്കുമ്പോഴും നിന്റെ ജനനം മുതൽ മരണം വരെ, നിന്റെ സ്വപ്നങ്ങൾ മുതൽ വിചാരങ്ങൾ വരെ, നിന്റെ സ്വഭാവങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും അറിയാവുന്ന, കാണാവുന്ന, മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്നെ ഇവിടെ എത്തിച്ചതും ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും വിധി തീരുമാനിക്കുന്ന രീതിയിലാണ് നടന്നത്. വിധിയോ? അതെ, രാമൻ്റെയും സീതയുടെയും ജീവിതത്തിൽ വില്ലനായും നായകനായും എത്തിയത് വിധിയാണ്. വിധി തീരുമാനിക്കണം അടുത്തത് എന്ത് നടക്കണമെന്ന്. തൻ്റെ അച്ഛനാൽ കൊല്ലപ്പെട്ട രാമനില്ലാത്ത ഈ ഭൂമിയിൽ ഇനി താനും ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ച സീത. എന്നാൽ സർവേശ്വരൻ ഉമാമഹേശ്വരത്തിൻ്റെ സമ്മതത്തോടെ പാർവതി വിധിയെ തോൽപ്പിച്ച് അവർക്ക് 3 ജന്മങ്ങൾ വരമായി നൽകി. ഈ ജന്മങ്ങളിൽ കഴിഞ്ഞ ജന്മത്തെപ്പറ്റി ഒരു ഓർമ്മയുമില്ലാത്തവർ വിധി തീരുമാനിക്കും വിധം കണ്ടുമുട്ടുന്നു. അവർ ഒന്നിക്കാം, ഒന്നിക്കാതിരിക്കാം. എന്നാൽ ഈ 3 ജന്മങ്ങളിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ അവരുടെ പ്രണയം സഫലമാകും. ആദ്യം സീതാരാമം, പിന്നീട് രേണുപ്രസാദ്. ഇപ്പോൾ നീ. അവളുടെ കണ്ണുകൾ സംശയങ്ങളും പരിഭ്രമവും കൊണ്ട് നിറഞ്ഞു. സീത ജീവന് വേണ്ടി മല്ലിടുമ്പോൾ രാമൻ സ്വന്തം ജീവൻ പകുത്തു നൽകുന്നു. ഞാൻ വരട്ടെ? പക്ഷെ നിങ്ങൾ ആരായെന്ന്? ആ പെൺകുട്ടി മെല്ലെ തിരിഞ്ഞു. ചന്ദ്രശോഭയുടെ മുഖം, പാൽപുഞ്ചിരി, തിരമാലയെ വെള്ളം കാർക്കൂന്തൽ, കടലിലെ മാണിക്യം പോലെ അവളുടെ കണ്ണുകൾ. അവൾ ദേവുവിൻ്റെ അതേ മുഖച്ഛായുള്ള സീത. ഇത് എൻ്റെ മുഖം. അതിശയം കൊണ്ട് അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒന്ന് കണ്ണ് ചിമ്മി തുറന്നപ്പോഴേക്കും അവൾ അപ്രതീക്ഷയായി. അവൾ എന്തിനു വന്നു, എങ്ങനെ വന്നു, എന്തിനു വേണ്ടി തന്നെ കണ്ടു, ഇതൊക്കെ പറഞ്ഞു എന്നതൊക്കെ ഇപ്പോഴും അജ്ഞാതമാണ്. ഇതാരോടും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇനി ഒരൊറ്റ വഴി മാത്രം മുന്നിൽ. തൻ്റെ ശത്രുവിനെ മിത്രമാക്കി അവനോട് കാര്യങ്ങൾ പറയുക.